ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. രമാദേവിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. എന്താണ് രമാദേവി പറഞ്ഞിരിക്കുന്നത്, ഹസ്ബൻഡ് വിദേശത്ത് ഒരു കമ്പനിയിൽ മാനേജറായിരുന്നു. അവിടെ ഉണ്ടായ ഒരു സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് കുറച്ചു പേരെ പിരിച്ചുവിട്ടു. അതിൽ എൻ്റെ ഭർത്താവും ഉണ്ട്. അദ്ദേഹം നിരപരാധിയാണ്. തിരിച്ച് നാട്ടിലേക്ക് വരാൻ ചില നിയമ തടസ്സങ്ങളുമുണ്ട്. ഇനി നാട്ടിലേക്ക് വരാൻ സാധിക്കുമോ? വേറെ ഒരു ജോലി ശരിയാകുമോ? അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമാനമായ കത്തുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതെ. വിശാഖ നക്ഷത്രം, തുലാം രാശി ആണ് ഏറ്റവും അധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. ചോതി വിശാഖ നക്ഷത്രം ഈ 2025 മെയ് മധ്യം വരെ. അതിൽ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഖേദൂർ ദശയും, അതായത് ശിരസറ്റ അഗ്നി ഛായ സാങ്കല്പിക ഗ്രഹമായ ഖേതു എന്ന ദോഷഗ്രഹവും ചാരവശാൽ വ്യാഴം അഷ്ടമത്തിലും സന്താനസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തുമായി ചൊവ്വാദോഷവും ഒരുമിച്ച് നിൽക്കുന്ന സമയം. സ്വാഭാവികപരമായി അഷ്ടമവ്യാഴം, പഞ്ചമശനി, തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനം പോലും മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും ശപിച്ചിടും, വലയും ക്രിമിനൽ കുറ്റമോ തടവോ പിഴശിക്ഷയോ, മുൻകാല ശത്രുക്കളോ ഗുപ്തശത്രുക്കളോ, അല്ലെങ്കിൽ ഇയാളെ വെച്ചു വായിച്ചാൽ നമുക്ക് മറ്റ് പലർക്കും ദോഷകരമായി തീരും. കാരണം അനീതികൾ മാത്രം കാണിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ആണെങ്കിൽ അതിലൊരാൾ സത്യസന്ധമായി നിൽക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ആ സത്യസന്ധനെ ഒന്നും ചെയ്യാനൊക്കാതെ വരും. കാരണം സത്യമാണ് അയാൾ ചെയ്യുന്നത്. തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും. മുൻകാലത്തുണ്ടായ ഏതെങ്കിലും ഗുപ്തശത്രുക്കൾ ഉപദ്രവിച്ചിട്ട് ഏതെങ്കിലും പാകപ്പിഴകൾ സംഭവിക്കുകയും അതിനെ ഊതി ഉയർപ്പിക്കുകയും മേലധികാരികളോട് നുണപ്രചരണം ചെയ്യുകയും ഇയാൾ നമുക്കെല്ലാവർക്കും തലവേദനയാണ് സാറേ, എങ്ങനെയെങ്കിലും ഇയാളെ ഇവിടുന്ന് പുറത്താടിക്കണം, ഇത് കൃത്രിമ കേസുകളെല്ലാം ഉണ്ടാക്കും. അത് ഗവൺമെൻറ് തലത്തിലായാലും വിദേശത്താണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമുണ്ട്. തലേ ദിവസം ആദ്യം സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം പിരിച്ചുവിടുകയും എടുത്ത് ജയിലിലിടുകയും ചെയ്യുന്നൊരു കാലമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വക്കീലിനെ കണ്ടോ കാര്യങ്ങളൊക്കെ കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സത്യമൊക്കെ തെളിയിക്കാം. ഇത് അതിനൊന്നുള്ള അവസരങ്ങൾ കൊടുക്കില്ല. ചതിയിലോ കെണിയിലോ ശത്രുതയിലോ കാലുവാരിച്ചതിലോ പെടാവുന്നൊരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരെ പിടികൂടിയതിൽ എൻ്റെ ഭർത്താവ് ഉൾപ്പെടുന്നു എന്നാണ്. ചിലപ്പോൾ ഉൾപ്പെട്ട് കാണുകയില്ല. കൊള്ളാവുന്ന ആളുകളെ കൂട്ടി കള്ളത്തരത്തിന് പൊതിഞ്ഞു കെട്ടി വെച്ചാൽ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാനുള്ളൊരു പഴുതായിരിക്കാം. അത് കണ്ടെത്താൻ ഏതെങ്കിലും നിയമപരമായ നിയമധാരികളെ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഈ അവസരം പുണ്യകർമ്മങ്ങളും പ്രതിവിധി കർമ്മങ്ങളും ഒക്കെ സത്യസന്ധനാണെങ്കിൽ, എല്ലാവരുടെയും ഭാര്യമാർ പറയും എൻ്റെ ഭർത്താവ് സത്യസന്ധനാണ്, അതിനകത്ത് പെട്ടുപോയതാണ് എന്ന് എല്ലാവരും പറയും. ലോകത്താരും ഒരു സ്ത്രീകളും എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തു എന്ന് പറയത്തില്ല. അതുപോലെ തന്നെ തിരിച്ചും ഇത് സ്ത്രീകൾക്കാണെങ്കിലും ഈ രാശിപ്രകാരം അഷ്ടമത്തിൽ വ്യാഴവും പഞ്ചമത്തിൽ ശനിയും ഭാഗ്യത്തിൽ ചൊവ്വയും കർമ്മത്തിൽ ആയിട്ട് റിവേഴ്സായിട്ട് ചൊവ്വാഗ്രഹവും നിൽക്കുന്ന സമയമാണ്. സ്ത്രീകൾക്കാണെങ്കിലും യുവതീ യുവാക്കൾക്കാണെങ്കിലും അവരുടെ യുവതികൾക്ക് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യം സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് ഉള്ള ഏതെങ്കിലും ഒരു മറക്കാനാവാത്ത സംഭവങ്ങളെ ചൊല്ലിയും, ഇതൊന്നുമല്ലെങ്കിലും ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗ നിലയിൽ നിൽക്കുന്നവർക്കാണെങ്കിലും അവിഹിതമായ സമ്പാദ്യം അല്ലെങ്കിൽ അന്യായമായ സമ്പത്ത്, കൈക്കൂലി, ഇങ്ങനെയൊക്കെയുള്ള രീതികളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്നേഹഭാജനങ്ങളുമായിട്ട് ടീ പാർട്ടിക്ക് പോയി അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് കഴിച്ചു, അപകടത്തിലായി, ആൾ അങ്ങ് പോയി NOC കിട്ടി, അതിൻ്റെ പിന്നാലെ കേസിനൊക്കെ ആയിട്ട് പോകാനും, അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ വേറെ ഏതെങ്കിലും മദ്യമോ കാര്യങ്ങളോ മയക്കുമരുന്നോ അടിച്ച് ചത്ത് കഴിഞ്ഞെന്നാലും ഈ പ്രേമഭാജനത്തിൻ്റെ തലയിൽ വരാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്.
തെറ്റ് ചെയ്യണമെന്നില്ല. കഴിഞ്ഞ ജന്മാന്തരങ്ങളിലെ ഏതെങ്കിലും തെറ്റ് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജന്മം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇതിനകത്ത് അഷ്ടമത്തിൽ വ്യാഴവും ശത്രുസ്ഥാനത്ത് വ്യാഴവും 3-ൽ വ്യാഴവും ലഗ്നവ്യാഴവും 12 വ്യാഴവും പഞ്ചമത്തിൽ ശനിയും അഷ്ടമശനിയും അഷ്ടമത്തിൽ രാഹുവും ഒക്കെ നിൽക്കുന്ന കാലം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ ആസ്ട്രോളജിയിൽ കഴിഞ്ഞ ജന്മം മുതലായിട്ടുള്ള കാര്യങ്ങളും ഗ്രഹനിലയിലെ നവാംശകങ്ങളും ത്രിംശാംശകങ്ങളും എല്ലാം പരിശോധിച്ചിട്ടേ ഈ ആളിന് പൂർണ്ണമായും ഈ ദോഷഫലം അല്ലെ ഗുണഫലം ലഭിക്കൂ എന്ന് കണ്ടെത്താനാവുള്ളൂ. വ്യാജഗ്രഹത്തെ സന്തുഷ്ടമാക്കുക. വ്യാഴാഴ്ച തോറും ഇവർ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ഇതര മതസ്ഥരാണെങ്കിൽ വ്യാഴാഴ്ച പുണ്യപ്രവർത്തനം, കാരുണ്യപ്രവർത്തനം, അന്നദാനം, മരുന്ന്, വസ്ത്രം ഇത്യാദികൾ, പ്രാർത്ഥനകൾ, ഈ വക കാര്യങ്ങളെല്ലാം അധികസ്യ അധികം ബലം. ഗ്രഹനിലയിൽ എത്ര കാഠിന്യമായിട്ട് കാണുന്നു, വലിയും ക്രിമിനൽ കുറ്റം, തടവോ പിഴ ശിക്ഷയോ, വിദേശത്തും ഒക്കെ ആണെങ്കിലും വലിയ ഉത്തരവാദിത്തപ്പെട്ടവരാണെങ്കിലും അറസ്റ്റ്, ജയിൽ മുതലായതുവരെ വരാം. അതും കഴിഞ്ഞ ജന്മാന്തരങ്ങളിലെ അനുസരിച്ച് ഇരിക്കും. എങ്കിലും ഈ വക പ്രായച്ചിത്തങ്ങൾ ചെയ്തു കാരാഗ്രഹ നിവൃത്തി, അതുപോലെ തന്നെ സുദർശന ഹോമാദികൾ, ഇതൊക്കെ സത്യസന്ധമാണെങ്കിൽ ഈ പ്രതിവിധികളെല്ലാം 100% ഫലപ്രാപ്തിയിലെത്തും. ഇവയൊക്കെ ചെയ്ത് ഈ ദോഷസന്ധിയിൽ നിന്ന് മാറി തിരിച്ച് 2025 മെയ് മാസത്തിന് ശേഷം ഭാഗ്യത്തിലേക്ക് വ്യാഴഗ്രഹം പ്രവേശിക്കുമ്പോൾ തൻ്റെ തെറ്റുകുറ്റങ്ങൾ അവിടെ തിരുത്തപ്പെടും. അതല്ലെങ്കിൽ അത് ന്യായമല്ല, വെറുതെ പിരിച്ചുവിട്ടതാണ്, അല്ലെ കുറ്റവാളിയല്ല എന്നുള്ള കണ്ടെത്തലുകളുണ്ടാവും. നിരപരാധിയാണ് എന്ന് ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റോ കോടതിയോ അധികാരികളോ കണ്ടെത്തുകയും തിരിച്ച് പൂർവാധികം ശക്തി പ്രാപിച്ച് സ്ഥാനാരോഹണം ലഭിക്കുകയും ചെയ്യും. അപ്രകാരമൊക്കെ ഈ പ്രതിവിധികളൊക്കെ ചെയ്ത് പുതിയ കമ്പനി ഒക്കെ കയറി, അല്ലെങ്കിൽ പഴയ കമ്പനി തന്നെ വീണ്ടും അധികാരത്തിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവാമൃതത്തിലോട്ട് വീണ്ടും കത്തെഴുതുക. നന്ദി, നമസ്കാരം.